ഹരി ഓം. ഹനുമാൻ ചാലീസ ആദ്യത്തെ ഭാഗം തുടങ്ങാം. മൂലമന്ത്രം ഹനുമാൻ സ്വാമിയുടെ. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ക്ഷമ ചോദിച്ച് തെറ്റുകളുണ്ടാവുമല്ലോ, അപ്പോൾ അതിന് ക്ഷമാർപ്പണം ചെയ്തിട്ട് തുടങ്ങാം. യദക്ഷരാപദഭൃഷ്ടം മാത്രാഹീനം ദുയദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ ഹനുമാൻ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ച അതിരിക്താനി ക്ഷമസ്വ ആഞ്ജനേയ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ആഞ്ജനേയ. ഈ പാരായണത്തിനിടയിൽ അക്ഷരത്തിനോ പദത്തിനോ തെറ്റുകൾ സംഭവിച്ചാൽ അവയെല്ലാം ക്ഷമിച്ച് അനുഗ്രഹിക്കണേ ഹനുമാൻ സ്വാമി എന്നവിടെ പറയുന്നത്. വിസർഗം, ബിന്ദു, മാത്ര എന്നിവയിലെ വല്ല പദങ്ങൾക്ക് കുറവ് വരികയോ അല്ല കൂടുതൽ ഉച്ചരിക്കുകയോ ചെയ്താൽ ആഞ്ജനേയ സ്വാമിയെ ക്ഷമിക്കണേ. എന്നിൽ നിന്ന് വരുന്ന ആ തെറ്റുകുറ്റങ്ങൾ പുറത്ത് കാരുണ്യത്തോടെ കാത്തുരക്ഷിക്കണേ അടിയനെ, നീ തന്നെ ശരണം ആഞ്ജനേയ സ്വാമി എന്നാണ് ഈ വായിച്ചതിൻ്റെ അർത്ഥം. ഇനി ഹനുമാൻ ചാലിസ ഒന്നാം ഭാഗം തുടങ്ങാം. ജയ് ഹനുമാൻ ജ്ഞാന ഗുണസാഗര ജയ് കബീഷതിഹം ലോക ഉജാഗര. അർത്ഥം പറയാം. അർത്ഥത്തോടുകൂടി ചൊല്ലുക, അതിന് ഇരട്ടി ഗുണങ്ങൾ. ഉജാഗര കീർത്തിയുള്ളവൻ. രാമത് രാമന്റെ ദൂതൻ. അറിവിൻ്റെയും സദ്ഗുണങ്ങളുടെയും സാഗരമായ ഹനുമാൻ സ്വാമി വിജയിക്കട്ടെ. മൂന്ന് ലോകത്തിനെയും ഉണർത്തുന്ന ആ ഹനുമാൻ സ്വാമി വിജയിക്കട്ടെ എന്ന് തുളസിദാസ് ഇവിടെ പ്രാർത്ഥനയായിട്ടാണ് പറയുന്നത്. രാമദൂത് അതുലിത് ബലദാമ അഞ്ജനി പുത്ര പവനസുതനാമ. കവി ഭക്തിയോടെ പറയുന്ന ശ്രീരാമൻ്റെ ദൂതനാണ് ഹനുമാൻ സ്വാമി എന്നും ഹനുമാൻ സ്വാമിക്ക് അതുല്യത് പറഞ്ഞാൽ തുലനം ചെയ്യാൻ പറ്റാത്തത്. ഹനുമാൻ സ്വാമിക്ക് സമമായി ഈ പ്രപഞ്ചത്തിൽ ആരാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അതുലിത ബലവാനായ അങ്ങയ്ക്ക് രാമദൂതൻ എന്നും പിന്നെ അഞ്ജനാപുത്രൻ എന്നും പവനസുതൻ എന്നൊക്കെ പേരുകളുണ്ട്. മഹാവീര വിക്രമ ബജരംഗി കുമതി നിവാര സുമതിക്കേ സംഗി. മഹാവീര വിക്രമ പരാക്രമശാലി, ബജരംഗി വജ്രത്തിന് തുല്യമായ അത്രയ്ക്ക് കട്ടിയുള്ളത്, കുമതി നിവാര് ദുഷ്ടചിന്ത അകറ്റ, സുമതി നല്ല ബുദ്ധി, കെ സംഗി കൂട്ടുകാരൻ. അപ്പോൾ അസാധാരണമായ വീര്യത്തോടു കൂടിയവനും പരാക്രമിയും കാഠിന്യമുള്ള ശരീരത്തോടു കൂടിയവനുമായ ഹനുമാൻ സ്വാമി ദുഷ്ടചിന്തകളെ അകറ്റുന്നവനും പിന്നെ സജ്ജന പ്രിയനുമാണ് ഹനുമാൻ സ്വാമി എന്നവിടെ ഹനുമാൻ സ്വാമി പറയുന്നത്. കഞ്ചനവരണ വിരാജ സുവേശ കാനന കുണ്ടല കുഞ്ചിത കേശ. കഞ്ചന വർണ്ണ നല്ല സ്വർണ്ണ നിറമുള്ള ഹനുമാൻ സ്വാമിയുടെ നിറം നല്ല സ്വർണ്ണ നിറമാണ്. സുവേശ നല്ല വേഷം ധരിച്ച്, വിരാജ് ശോഭിക്കുക, കാനന കുണ്ടലങ്ങൾ നല്ല സ്വർണ്ണ നിറമുള്ള കുണ്ടലങ്ങളൊക്കെ കാതിൽ അണിഞ്ഞിട്ടുണ്ട്. നല്ല സ്വർണ്ണ നിറമാണ് ഹനുമാൻ സ്വാമി. നല്ല വസ്ത്രത്തോടു കൂടിയേ സഞ്ചരിക്കുള്ളൂ. കാതിലെ കുണ്ടലങ്ങൾ നല്ല പോലെ ശോഭിക്കുന്നവനും പിന്നെ
കുഞ്ചിത് കേശ, നല്ല ചുരുണ്ട മുടിയുള്ളവനുമാണ് ഹനുമാസ്വാമി. അങ്ങനെയുള്ള ഹനുമാസ്വാമിയെ ഞാൻ വന്ദിക്കുന്നു. ഹാത് വജ്രദൗദജ വിരാജേ കാന്തേ മുഞ്ജനെ ഊസാജേ ജനെ ഉംസാജേ. ഹാത്ത് കൈകൾ, വജ്രായുധം, ഔ ധ്വജ വിരാജ പിന്നെ കൊടി വിരാജെ ശോഭിക്കുന്നുണ്ട്. കാന്തേ മുംജ്, കാന്തേ തോളില്, മുംജ് ഒരു തരം പുല്ലാണ്. ജനേവ് പൂനൂല്, സാജ് നല്ല അലങ്കരിക്കുക. അപ്പോൾ ഒരു കയ്യിൽ വജ്രായുധവും പിന്നെ മറ്റേ കയ്യിൽ ധ്വജവും ധരിച്ചവനും പിന്നെ തോളിലൂടെ പൂനൂല് അണിഞ്ഞവനുമാണ് ഹനുമാസ്വാമി. അങ്ങനെയുള്ള ഹനുമാസ്വാമിയെ ഞാൻ വന്ദിക്കുന്നു. ശങ്കര സുവന കേസരി നന്ദന തേജ് പ്രതാപ മഹാജഗവന്ദന. ശങ്കര ശിവഭഗവാൻ, സുവന പുത്രൻ, കേസരി നന്ദന് കേസരിയുടെ പുത്രൻ, തേജ് പ്രതാപ് മഹാജഗവന്ദന, പ്രതാപനം, നല്ല തേജ് പ്രതാപം ഞാൻ നല്ല തേജസ്സുള്ള മഹാജഗനെ എല്ലാവരും വന്ദിക്കുന്നതിൽ. കേസരി എന്ന വാനരശ്രേഷ്ഠൻ്റെ പുത്രനാണ് അങ്ങ് പ്രസിദ്ധനാണ്. പ്രസിദ്ധി കൊണ്ട് ലോകം അങ്ങയെ വണങ്ങുന്നു. അങ്ങ് സാക്ഷാൽ ശിവഭഗവാന്റെ അംശാവതാരമാണ്. കേസരിയുടെ പുത്രനും പ്രസിദ്ധി കൊണ്ട് ലോകം അങ്ങയെ വണങ്ങുന്നു. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ വണങ്ങുന്നു. വിദ്യാവാൻ ഗുണി അതിചാതുർ രാമകാജ കർവേ കോ ആതുർ. വിദ്യാവാൻ പ്രസിദ്ധൻ, പണ്ഡിതൻ, പ്രസിദ്ധൻ പണ്ഡിതനാണ്. ഗുണി അതിചാത, ഗുണങ്ങൾ ചാതുര്യമുള്ള ആളാണ്. രാമകാജ് കർവേ, രാമൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കോ ആതുർ, നല്ല ഉത്സാഹം ഉള്ള ആളാണ്. അപ്പോൾ ഇവിടെ പണ്ഡിതനാണ് അങ്ങ്. ഇതൊക്കെയാണ് അങ്ങ് സദ്ഗുണ സമ്പന്നൻ തന്നെയാണ്. അങ്ങ് ശ്രീരാമസ്വാമിയുടെ ദാസനാണ്. അങ്ങ് സർവജ്ഞനാണ്, അതീവ സമർത്ഥനാണ്. എന്താ പറയുക, അങ്ങക്ക് അറിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്താ പറയുന്നത്. സകല വിദ്യകളും കൈമുതലായിട്ടുള്ളവനും പിന്നെ സദ്ഗുണ സമ്പന്നനും അതിസമർത്ഥനും ശ്രീരാമസ്വാമിയുടെ ആജ്ഞകൾ നിറവേറ്റാൻ സദാ തൽപരനുമാണ് അങ്ങ്. പ്രഭുചരിത്ര സുനിവേ കൊരസിയ രാമലക്ഷ്മൺ സീതാമനവസിയ. പ്രഭുചരിത്ര ശ്രീരാമൻ സ്വാമിയുടെ കഥകൾ കേൾക്കാനും സുനിവേക്കോ കേൾക്കുമ്പോൾ രസിയ, അതിൽ നല്ല സന്തോഷം ആനന്ദം കാണുന്നവനും രാമൻ ലക്ഷ്മണ സീത മനവസിയ. രാമൻ ലക്ഷ്മണ സീത ഇവരൊക്കെ മനസ്സിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ ഹനുമാസ്വാമിക്ക് ശ്രീരാമസ്വാമിയുടെ ലീലാവിലാസങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ല ആനന്ദമാണ്. ഹനുമാസ്വാമി ശ്രീരാമസ്വാമി എന്തൊക്കെ ഏൽപ്പിച്ച് അതൊക്കെ ചെയ്യാനും ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ 3 പേര്, ഹനുമാനും ശ്രീരാമനും സീതാദേവിയെയും ശ്രീരാമനും ലക്ഷ്മണനെയും 3 പേരെയും ഹനുമാസ്വാമിയുടെ എപ്പോഴും മനസ്സിലുണ്ട്. രാമൻ ലക്ഷ്മണ സീത. അങ്ങനെ പരിശുദ്ധമായ ഹൃദയത്തിൽ രാമൻ ലക്ഷ്മണൻ സീതയും കൊണ്ട് നടക്കുന്നു ഹനുമാസ്വാമി. ഇവരെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന കൊണ്ട് ഹനുമാസ്വാമി എപ്പോഴും ഇവരൊക്കെ ഹനുമാസ്വാമിയുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. പ്രഭുചരിത്ര സുനിവേ കുമസിയ രാമസീത. സൂക്ഷ്മരൂപധരി സിഹയിദിഘാവ വികടരൂപധരി ലംഘജരാവ. സൂക്ഷ്മരൂപധരി, വളരെ ചെറുതായിട്ടുള്ള രൂപം, വളരെ ചെറുതായിട്ട്. സിഹയിദിഘാവ, വലുതും ആയിട്ട്. വികടരൂപധരി ലംഘജര, അല്ലെങ്കിൽ നശിപ്പിക്കാൻ സമയത്ത് വികടരൂപം, വലിയ രൂപം ധരിച്ചു. അത് സൂക്ഷ്മ രൂപം ധരിച്ചിട്ടും സീതയെ കാണാൻ സമയത്ത് സീതയെ കാണാൻ പോയില്ലോ. അപ്പോൾ ആ സമയത്ത് സൂക്ഷ്മരൂപം ആരും കാണാൻ പാടില്ലല്ലോ. അപ്പോൾ ചെറിയ രൂപം ധരിച്ചുകൊണ്ട് പോയി. പിന്നെ വികടരൂപം ധരിച്ച് ഉഗ്രരൂപം ധരിച്ച് ജരാവ, അതാ എന്താ വെച്ചാൽ ലങ്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ രൂപം തന്നെ ധരിച്ചു. ആ സമയത്ത്
പിന്നെ മാത്രമല്ല ഹനുമാൻ സ്വാമിക്ക് അഷ്ടസിദ്ധികളൊക്കെ ഉള്ളത് കൊണ്ട് എത്ര വേണമെങ്കിൽ ചെറുതാക്കാനും വലുതാക്കാനൊക്കെ സാധിക്കേ. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി ഞങ്ങൾക്ക് ധനം, ഐശ്വര്യം, ആരോഗ്യം ഒക്കെ ഉണ്ടാക്കി തരണേ ഹനുമാൻ സ്വാമി എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സൂക്ഷ്മരൂപം ധരിച്ച് സീതാദേവി ദർശനം നടത്തി അങ്ങ് വികടരൂപം ധരിച്ച് ലങ്കയെ ഭസ്മമാക്കുകയും ചെയ്തു. ഭീമരൂപധരി അസുര സംഹാരേ രാമചന്ദ്രക്ക് കാജ് സംഹാരേ. ഭീമരൂപം ധരിച്ച് അസുരന്മാരെ നിഗ്രഹിക്കുകയും രാമചന്ദ്രക്ക് ശ്രീരാമസ്വാമിയുടെ കാജ് സ്വാമി ഏൽപ്പിച്ചതായ കാര്യം നിർവഹിക്കുകയും ചെയ്തു. ശ്രീരാമന് രാവണനുമായി യുദ്ധത്തിന് മുമ്പേ തന്നെ നല്ലൊരു കൂട്ടം രാക്ഷസന്മാരെ ഹനിക്കാൻ ഹനുമാൻ സ്വാമിക്ക് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് ശ്രീരാമസ്വാമിക്ക് വളരെ സഹായമായി. അതും ഇവിടെ പറയുന്നുണ്ട്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹരി ഓം.